ജിൻഡോ, ഇപ്പോൾ ബി ജെ പി പറയുന്നത് നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്. മാത്രമല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥനെ സാക്ഷി നിർത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് UDF മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിയിലെ കുറഞ്ഞ പോളിംഗ് ശതമാനം, കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന വിഭാഗീയത, AV ഗോപിനാഥിന് സ്വാധീനമുള്ള മാത്തൂർ പഞ്ചായത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയാവും. സന്ദീപിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ഇസ്ലാം സമുദായത്തിലെ തന്നെ ഒരു വിഭാഗം വോട്ടർമാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടായി BJPയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അവസാന നിമിഷം ഇതൊക്കെ തിരിച്ചടിയായിട്ടുണ്ടാകുമോ? ഈ പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ അത് വലിയ ഒരു തിരിച്ചടിയാവും. അല്ല, ഇതിൽ മൂന്നാം സ്ഥാനത്തേക്ക് ആര് പോയാലും വലിയ തിരിച്ചടിയാവും, അതിലൊന്നും സംശയമില്ല. അതൊരു മോശപ്പെട്ട തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും അത് ആരാണ് പോകുന്നതെന്ന് 23-ാം തീയതി കാണാം. ഇവിടെ LDFിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി ഒന്നാകെ വിമത പ്രവർത്തനം നടത്തുന്ന അദ്ദേഹം കണ്ടില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ശുക്കൂർ രാവിലെ പൊട്ടിക്കരയുന്നു, ഉച്ച കഴിഞ്ഞിട്ട് NN കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കുന്നു, മാധ്യമങ്ങളെ പച്ചത്തെറി വിളിക്കുന്നു. ഇതൊന്നും കണ്ടില്ല. ഇതൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഒന്നും പുറകെ നിൽക്കാതെ ഞങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പോലും BJPക്ക് വോട്ട് ചെയ്തില്ല. എന്തായാലും അദ്ദേഹം വോട്ട് ചേർത്തത് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അദ്ദേഹത്തിന് കൊപ്പത്ത് വോട്ടുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ ഒരു ഇരട്ട വോട്ട് ചേർത്ത്. വോട്ട് ചെയ്താൽ നിങ്ങൾ സംഘർഷത്തിന് വേണ്ടി ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരുടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് വോട്ട് ചെയ്യാഞ്ഞത്. അല്ല, അതിൽ രണ്ട് സൈഡ് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഒന്ന്, BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പോലും BJPയുടെ കാൻഡിഡേറ്റ് ജയിക്കും, ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ആ ആഗ്രഹത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല, അതുകൊണ്ട് വോട്ട് ചെയ്തില്ല. രണ്ടാമത്തത്, BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തടയുമെന്ന് പേടിച്ച് വിറച്ച് വരാതിരുന്നു. മൂന്നാമത് വേണമെങ്കിൽ അതിൻ്റെ ഒരു സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നത്, ഇവരിപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞത് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സംയമനം പാലിച്ച് ജില്ലാ പ്രസിഡന്റിൻ്റെ വോട്ട് ഒഴിവാക്കിയെന്ന്. ജില്ലാ പ്രസിഡന്റിൻ്റെ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ BJPയുടെ സാധാരണ പ്രവർത്തകർക്ക് അവർ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താ? ഇവിടെ സംയമനം പാലിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാ BJP. അഭിപ്രായത്തിൽ വ്യത്യാസത്തിൻ്റെ പേര് ആളുകളെ കൊല്ലുന്ന പാർട്ടി പറയുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത്, ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാതിരുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ BJP സംസ്ഥാന BJP ജില്ലാ അധ്യക്ഷൻ പോലും വോട്ട് ചെയ്തില്ല എന്നാണ് ജിൻഡോ കളിയാക്കുന്നത്. അദ്ദേഹം കളിയാക്കിയോട്ടെ. എൻ്റെ അരുൺകുമാർ, ഇവിടെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കി പ്രശ്നങ്ങളോട് ജനാധിപത്യത്തിൽ 100% അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് ഒരാളും തടയുമില്ല. പക്ഷേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി ഫോക്കസ് മാറ്റിക്കൊണ്ട് ജനങ്ങൾ ബൂത്തിൽ നിൽക്കുന്ന സമയമാണ്. അവിടെ BJPക്ക് 10 വോട്ടുകൾ എൻ്റെ ഫോക്കസ് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒരു തർക്കമോ വഴക്കുകളോ വക്കാണങ്ങളോ വേണ്ട എന്നുള്ളതിൻ്റെ 10,000 വോട്ടിന് ജയിക്കണം ഞങ്ങൾ 9,999 വോട്ടിന് ജയിച്ചാൽ മതി തീരുമാനിച്ചു. ഒരു വോട്ട് മാറ്റം ഉണ്ടാക്കാത്തത് കൊണ്ട് വോട്ട് ചെയ്തില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. BJP ജില്ലാ പ്രസിഡന്റിന് കുറച്ച് ഉറപ്പുള്ളത് കൊണ്ട് കള്ളവോട്ട് ചെയ്തില്ല എന്നാണ്. അല്ല, ഈ സുരേഷ് ബാബു തുടക്കം മുതൽ എന്ത് പറഞ്ഞു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ബാബു എന്തും പറഞ്ഞോട്ടെ. ഒരു കാര്യം അരുൺകുമാർ എഴുതി വെച്ചോ, പിരായിരി പഞ്ചായത്ത് ഷാഫി പറമ്പിലിന് രാഹുൽ മങ്കൂട്ടത്തിനെയും പിരിച്ചുവിടും, ഒരു സംശയം വേണ്ട. കണ്ണാടി പഞ്ചായത്ത് കൃത്യമായിട്ട് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ണാടിയിൽ നോക്കി കരഞ്ഞോളാൻ പറയും. മാത്തൂർ പഞ്ചായത്ത് ഷാഫി പറമ്പിലിനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മത്തടിച്ച് നടന്നോളാൻ പറയും. ഒരു സംശയം വേണ്ട, C കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അരുൺകുമാറും ഞാനും ഒക്കെ 23-ാം തീയതി സന്തോഷം. നിങ്ങളുടെ സ്വന്തം CK വിജയിച്ചു കയറും അരുൺകുമാർ, ഒരു സംശയമില്ല. ജിൻഡോയും Debate with Dr. Arun Kumar.